ഈസ്റ്ററാണല്ലോ. MAVV ഒരു നല്ല വിശ്വാസിയാണല്ലേ? ഞാൻ വിശ്വാസിയാണ്. എന്നാൽ ആ വിശ്വാസം രണ്ട് വാചകങ്ങളിൽ വിശദീകരിക്കേണ്ടതുണ്ട്. എല്ലാ മതാചാരങ്ങളുടെയും മനുഷ്യമൂല്യപരമായ വശത്തെ ഞാൻ ആദരിക്കുന്നു. ആ അർത്ഥത്തിൽ ഒരു പരിധിവരെ മഹാത്മാഗാന്ധിയുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും മൂല്യങ്ങളാണ് ഞാൻ പിന്തുടരുന്നത്. താനൊരു സനാതന ഹിന്ദുവാണെന്ന് പറഞ്ഞ മഹാത്മാഗാന്ധി പറഞ്ഞു, എനിക്ക് രാമനെന്ന പോലെ റഹിമും പ്രധാനമാണ്. ശ്രീനാരായണ ഗുരുസ്വാമികൾ സർവമതസാരവും ഏകമെന്ന് പറഞ്ഞു. ആ അർത്ഥത്തിൽ ഓരോ മതവിശ്വാസത്തിൻ്റെയും ഭാഗമായിട്ടുള്ള ആഘോഷങ്ങളെയും ആചാരങ്ങളെയും ഞാൻ ആദരവോടുകൂടിയാണ് കാണുന്നത്. ഏതെങ്കിലും മതാചാരങ്ങൾ ഞാൻ അതേപടി പിന്തുടരുന്നില്ല. പക്ഷേ എല്ലാ മതത്തിൽപ്പെട്ടവരും കേരളത്തിൽ വ്യത്യസ്ത മതത്തിൽപ്പെട്ടവരുടെ ആചാരങ്ങളും ആഘോഷങ്ങളും തങ്ങളുടേതു കൂടിയാണെന്ന് വിശ്വസിച്ച് അതിൽ പങ്കെടുക്കുന്നൊരു പാരമ്പര്യമാണ് കേരളത്തിനുള്ളത്. മിക്കപ്പോഴും ചെറിയ പെരുന്നാളും ദുഃഖവെള്ളിയാഴ്ചയും ഈസ്റ്ററും വിഷുവും ഒക്കെ അടുത്തടുത്ത ദിവസങ്ങളിൽ വരുന്നു എന്നുള്ളതും വലിയൊരു സുഹൃതമായിട്ടാണ് ഞാൻ കാണുന്നത്. ചെറുപ്പകാലത്തിലെ ഇഷ്ട ആലോചനകൾ അല്ലെങ്കിൽ ആഘോഷങ്ങൾ എങ്ങനെയായിരുന്നു? ബാല്യകാല ഓർമ്മകൾ? ബാല്യകാലത്ത് അമ്മയുടെ കൈ പിടിച്ച് ഞാൻ സ്ഥിരമായിട്ട് പള്ളിയിൽ പോകാറുണ്ടായിരുന്നു എന്നുള്ള കാര്യം ചിലർക്കൊക്കെ അറിയാം. പള്ളിയിൽ അച്ഛനെ സഹായിക്കുന്ന ആൾട്ടർ ബോയ് ആയിട്ടും ഞാൻ കുറേ കാലം പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ഓർമ്മയും എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. ആൾത്താര ബോയിൽ നിന്നും വിപ്ലവ പാർട്ടിയിലേക്കുള്ള വഴി മാറി വരുന്നത് അതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ്? അപ്പച്ചൻ ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിരുന്നു. പാർട്ടി അംഗമോ പാർട്ടിയുടെ സജീവ പ്രവർത്തകനുമായിരുന്നില്ല. ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരുന്നതുകൊണ്ട് രാഷ്ട്രീയ പ്രചരണ യോഗങ്ങളൊക്കെ നടത്തുമ്പോൾ നമ്മൾ ചില ആളുകളെ അധ്യക്ഷ സ്ഥാനത്ത് കൊണ്ടുവരുമല്ലോ. അങ്ങനെയൊക്കെ ഇരിക്കുന്ന ആളാണ്. പുനലൂർ ഞങ്ങൾ താമസിച്ചിട്ടുള്ളപ്പോൾ അവിഭക്ത പാർട്ടിയുടെ നേതാവും MLA ഒക്കെ ആയിരുന്നിട്ടുള്ള കൃഷ്ണപിള്ള സാറുണ്ട് പുനലൂരിലെ. അദ്ദേഹത്തിൻ്റെ അടുത്ത കൂട്ടുകാരനായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബന്ധം കുടുംബ പശ്ചാത്തലമുണ്ട്. പി ഗോവിന്ദപിള്ളയുടെ ഒരു പ്രസംഗം, ഒരു യുക്തിവാദി സമ്മേളനത്തിൽ പി ഗോവിന്ദപിള്ള മാർക്സത്തെക്കുറിച്ച് നടത്തിയിട്ടുള്ള പ്രസംഗം എന്നെ വലിയ തോതിൽ സ്വാധീനിക്കുകയുണ്ടായി. പിന്നെ EMSൻ്റെ കൃതികളുടെയൊക്കെ വായന. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാരനാകാനുള്ള ശ്രമത്തിലേക്ക് ഞാൻ മാറുന്നത്. മേഡം, ഈസ്റ്ററിനെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ ഏത് കാലഘട്ടത്തിലേതാണ്? വിവാഹത്തിന് മുൻപുള്ളതാണോ ശേഷമുള്ളതാണോ? ഈസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്കാലത്തൊക്കെ അച്ഛൻ്റെ വീട്ടിൽ ഒരു പള്ളിയിലൊക്കെ പോവുകയും ഒക്കെ ചെയ്യണം. അപ്പം അവിടെ ഈ രാത്രി കുർബാനയൊക്കെ കഴിഞ്ഞ് വന്ന് നല്ല അപ്പവും ചിക്കൻ കറിയൊക്കെ കിട്ടും. അമ്മയുടെ വീട്ടിൽ ഞങ്ങൾ ആഘോഷിക്കും. പക്ഷെ അമ്മയുടെ അപ്പനൊക്കെ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, എത്തീസ്റ്റായിരുന്നു. അതുകൊണ്ട് ഭക്ഷണത്തിന് ആഘോഷിക്കും ഞങ്ങൾ. കുടുംബമൊക്കെ കൂടുമ്പോൾ കുറച്ച് എന്തെങ്കിലും നോണോ അങ്ങനെയൊക്കെ ഉണ്ടാക്കും. അല്ലാണ്ട് ഞങ്ങൾ രണ്ടുപേരാണെങ്കിൽ ചിലപ്പോൾ സാമ്പാറും ചോറൊക്കെ ആയിരിക്കും. ക്രിസ്തുദേവൻ തന്നെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റാണ് എന്ന് ഇടതുപക്ഷക്കാർ പറയുന്ന പലപ്പോഴും കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു കണക്കുകൂട്ടൽ അങ്ങേക്ക് തുടക്കത്തിലുണ്ടായിരുന്നു? ഇപ്പോഴത്തെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് മാറുകയാണോ എന്നുള്ള സ്നേഹപൂർവ്വവും വിമർശനരൂപവും രൂപത്തിലുള്ളതുമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത് അദ്ദേഹം പിന്തുടരുന്നത് ക്രിസ്തുവിൻ്റെ പാതയാണ്. പക്ഷേ ക്രിസ്തുവിൻ്റെ പാത സമത്വപൂർണവും പരസ്പരം സ്നേഹത്തിൽ അധിഷ്ഠിതവുമായ ഒരു ലോകത്തെക്കുറിച്ചുള്ള ക്രിസ്തുവിൻ്റെ സങ്കല്പം അത് ഇന്ന് കമ്മ്യൂണിസ്റ്റുകാർ വളരെ ശക്തമായിട്ട് ലോകത്ത് അവതരിപ്പിക്കുന്നുണ്ട്. അത് പിന്നെ അദ്ദേഹം പറയാതെ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നത്, ക്രിസ്തുവിൻ്റെ പാത പിന്തുടരുന്നു എന്ന് അവകാശപ്പെടുന്നവർ ഫ്രാൻസിസ് മാർപ്പാപ്പയെ പോലെ ആത്മാർത്ഥമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ക്രിസോസ്റ്റം തിരുമേനിയെപ്പോലെയോ ഒസ്താസ്ത്യോസ് തിരുമേനിയെപ്പോലെയോ ഒക്കെ ആത്മാർത്ഥമായിട്ട് ദരിദ്രപക്ഷത്ത് നിന്നുകൊണ്ട് ക്രിസ്തുവിനെ വ്യാഖ്യാനിക്കാനും ക്രിസ്തുവിൻ്റെ ആശയങ്ങളെ ആവിഷ്കരിക്കാനും ശ്രമിക്കുന്നില്ല. അതുകൊണ്ടാവാം ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഒരു കമ്മ്യൂണിസ്റ്റാണെന്ന് പലരും സ്തുതിക്കുകയോ വിമർശിക്കുകയോ ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെയോ ചില യുഗങ്ങളിൽ പ്രസംഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ക്രിസ്തു ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിലോ അതിൻ്റെ നേതൃത്വത്തിലോ ഒക്കെ വരാൻ കഴിയുമായിരുന്നു. കാരണം മത്സ്യത്തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ക്രിസ്തു അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനം നടത്തുന്നത്. അപ്പം ആദ്യം മത്സ്യത്തൊഴിലാളി സംഘടന ഉണ്ടാക്കിയ ആളെന്ന് വേണമെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് പറയാം. ആശാരിപ്പണിക്കാരൻ്റെ മകനാണ് ക്രിസ്തു. അപ്പോൾ ആ അർത്ഥത്തിൽ അധ്വാനിക്കുന്നവരുമായിട്ടുള്ള ക്രിസ്തുവിൻ്റെ ബന്ധം വളരെ വളരെ ദൃഢമാണ്. അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്നവരുടെ മോചനമായിരുന്നു ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. പിന്നെ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞ ഏറ്റവും മഹത്തായ ഒരു ആശയമാണ്.
നമ്മുടെ മഹാത്മാഗാന്ധിയെ തന്നെ ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണം വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ദേവാലയത്തിലെ പ്രാർത്ഥനകൾ പ്രാർത്ഥനയല്ല, ഇപ്പം പള്ളിയിലൊക്കെ പോകണോണ്ടൊന്നും എനിക്ക് വിരോധമില്ല. പക്ഷേ എൻ്റെ പള്ളിയിൽ നിന്ന് എൻ്റെ മനസ്സിൽ എൻ്റെ ദൈവം എൻ്റെ കുടുംബമാണ്. ഞാനങ്ങനെ ഇപ്പം ഞാൻ കുമ്പസാരിക്കണുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എല്ലാ കാര്യങ്ങളും എൻ്റെ മകൻ്റെ അടുത്തും എൻ്റെ ഭർത്താവിൻ്റെ അടുത്തും പറയും. അതാണ് എൻ്റെ കുമ്പസാരം. എന്തായാലും എല്ലാം അവസാനിച്ചു എന്ന് കരുതിയിടത്തു നിന്നാണ് യേശുദേവൻ ഉയർത്തെഴുന്നേറ്റ് രാജ്യത്ത് ലോകത്തിനാകമാനം പ്രത്യാശയുടെ സന്ദേശം പരത്തുന്ന രീതിയിൽ എത്തിച്ചേർന്നു. അപ്പം ഇരുവർക്കും കുടുംബാംഗങ്ങൾക്കൊക്കെ നല്ല ഈസ്റ്ററിൻ്റെ നന്മകളുണ്ടാവട്ടെ. ഒപ്പം അങ്ങയിലൂടെ പാർട്ടി പ്രവർത്തകർക്കും വിശ്വാസികൾക്കൊക്കെ പ്രത്യാശ ഉണ്ടാകുന്നതാവട്ടെ. അപ്പോൾ മനുഷ്യനെ യോജിപ്പിക്കാനുള്ള അവസരങ്ങളായി ഈ ഓരോ മതത്തിൻ്റെയും ഭാഗമായിട്ടുള്ള ആഘോഷങ്ങളും ആചരണങ്ങളും മാറണം. അതിനാണ് നമ്മൾ സമൂഹം കൂട്ടായി നിന്ന് ശ്രമിക്കേണ്ടത്. ആ ഒരു സന്ദേശമാണ് എനിക്ക് നൽകുന്നത്.